നമുക്ക് അലീനയുടെ മനുഷ്യങ്കന്റെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നമ്മൾ കാണുന്ന വൈജയന്തിക്ക് ആകെപ്പാടെ കട്ടക്കലിപ്പായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം കുട്ടികളുടെ മുന്നിലൊക്കെ വെച്ചാണ് ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് അങ്ങനെ പറഞ്ഞിട്ട് പോയത്. കാരണം അലീനയെ നോവിച്ച ബാലേന്ദ്രൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് വൈജയന്തി കാണിച്ച. ഒരു പഴയ ഒരു നൈറ്റിയൊക്കെ എടുത്ത് കൊടുത്തിട്ട് ഇതൊക്കെ ഇടാൻ പറഞ്ഞിട്ട് അലീന വന്ന് നിൽക്കുന്ന കണ്ടപ്പോഴത്തേനും കുട്ടികളെല്ലാം അത് കണ്ട് ചിരിച്ച് രസിക്കുകയോ ചെയ്തേ. ബാലേന്ദ്രൻ ഇഷ്ടപ്പെടുമോ? ബാലേന്ദ്രൻ എന്നിട്ട് അതിനെക്കുറിച്ച് വൈജയന്തിയോട് ചോദ്യം ചെയ്തു. പിന്നീട് അലീനയോട് പോയി ആ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരാനും പറയുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ദേഷ്യം വൈജയന്തിക്കുണ്ടായിരുന്നു. അവള് തന്നെ നാണം കെടുത്തി എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അവൾക്ക് എടുത്താൻ പണി കൊടുക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സ് വിചാരിക്കുകയാണ്. പിന്നീട് അലീന നേരെ മുറിയിലേക്ക് വരുന്ന സമയത്ത് മുത്തശ്ശി ചോദിച്ചു, എന്താ മോളെ മുഖം എന്താ വല്ലായിരിക്കണേ എന്താന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അലീന പറഞ്ഞു, ഒന്നുമില്ല, എനിക്കറിയാം അവൾ എന്തേലും പറഞ്ഞ് മോളെ വേദനിപ്പിച്ച് കാണുമില്ലേ. ഇത് കേട്ടിച്ചപ്പോൾ അലീന പറഞ്ഞു, എന്നെ എന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല മുത്തശ്ശി. പക്ഷേ ഉണ്ടല്ലോ, എൻ്റെ ബ്രിജിത്തമ്മീനെ പറഞ്ഞ് എനിക്ക് സഹിക്കില്ല എന്ന് പറയണേ. മമ്മി എന്നെ അങ്ങനെയാണ് സ്നേഹിച്ചേ. എന്നെ ഉപേക്ഷിച്ചിട്ട് പോയ എൻ്റെ പെറ്റമ്മ. പക്ഷെ ആ പെറ്റമ്മയ്ക്ക് അറിയില്ല ഞാൻ എങ്ങനെയാണ് ജീവിച്ചേ, ഇപ്പോഴും എങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുള്ള കാര്യമൊക്കെ. പക്ഷേങ്കിലും ഒരമ്മ തരേണ്ട സ്നേഹം തന്ന് എന്നെ സ്നേഹിച്ച ആരാന്നറിയോ? എൻ്റെ ബ്രിജിത്തമ്മയാണ്. ഒരമ്മ ചിലപ്പോൾ എൻ്റെ പെറ്റമ്മ എന്നെ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതലായിട്ടാണ് എൻ്റെ മമ്മി എന്നെ സ്നേഹിച്ചേ. ആ സ്നേഹം തന്ന മമ്മിയെ ആരെങ്കിലും എന്തേലും പറഞ്ഞ് എനിക്ക് സഹിക്കില്ല. എന്നെ എന്ത് വെള്ളം പറഞ്ഞോട്ടെ, പക്ഷെ എന്നെ ദേഹം നോവിച്ചാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എൻ്റെ മമ്മിയെ പറഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റില്ല. മമ്മിയെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ പറഞ്ഞു. അപ്പം എനിക്ക് പ്രതികരിക്കേണ്ടതായിട്ട് വന്നു പറയാം. അതാണോ കാര്യം? അവൾ ഇങ്ങോട്ട് പറയുമ്പോൾ തിരിച്ചതിന് മറുപടി കൊടുത്തോണം. അല്ല, മോളെന്തിനാ അവള് പറയുന്നതൊക്കെ കേട്ട് നിൽക്കണ്ടേ? അതിൻ്റെ ആവശ്യം മോൾക്കുണ്ടോ? മോളിവിടെ എന്നെ നോക്കാൻ വന്നാന്ന് പറയണം. അതൊന്നും കുഴപ്പമില്ല മുത്തശ്ശി, മോൾ ആ താഴെ പോയി കിടന്ന് പണിയെടുക്കേണ്ട കാര്യമുണ്ടോ? എന്നെ നോക്കിയാൽ പോരെന്ന് ചോദിക്കാം. അത് കുഴപ്പമില്ല, ഞാൻ പണി എന്ത് വെള്ളം എടുത്തോളാം, എനിക്ക് പണി ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല മുത്തശ്ശി. പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ മാത്രം എനിക്ക് വിഷമമുള്ളെന്ന് പറയാം. അതിന് മാത്രം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയാം. എനിക്കറിയാലോ മോളെ. പിന്നീട് ചോദിച്ചു, അല്ല ഈ നൈറ്റി ഇട്ടുകൊണ്ട് നീ ഇതെന്ത് കാണിച്ചോണ്ട് നടക്കുവാന്ന് ചോദിക്കണം. അതെ, ഈ നൈറ്റി ഇട്ടുകൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പം സാറ് വഴക്ക് പറഞ്ഞു. അതുകൊണ്ട് എന്നോട് മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടിരിക്കുക. ഓ രക്ഷപ്പെട്ടു, ബാലേന്ദ്രനെങ്കിലും ഇച്ചിരി കണ്ണിച്ചോരയുള്ളൂ, നന്നായി. നീ ഒരു കാര്യം ചെയ്യുക, ഈ നൈറ്റിയൊക്കെ മാറിക്കളാം, എന്നിട്ട് നിന്റെ ചുരിദാർ തന്നെ എടുത്തിടാൻ പറയണം. അങ്ങനെ അലീന ഡ്രസ്സ് മാറാൻ പോയി കഴിഞ്ഞപ്പം സൗദാമിനി മുത്തശ്ശി ഓർത്ത്, ഈ വൈജയുടെ ഒരു സ്വഭാവം, ഇതെന്ത് സ്വഭാവം ഇവള്, അവൾക്കാണെങ്കിലോ ഞാൻ പറയണില്ല എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി ഇരുന്ന് പിറുപിറുക്കുക. ഈ കൊച്ചു വന്നതിന് ശേഷമാണ് ശരിക്കും താനെന്ന് വൃത്തിയായിട്ട് കിടക്കുന്നതൊക്കെ ചെയ്യുന്നത്. തൻ്റെ കൂടെ എപ്പോഴും എന്ത് കാര്യത്തിനും കൂടെ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ തനിക്കൊരു ജീവനും ആരോഗ്യവും ഒക്കെ വെച്ചത് ഇപ്പം തന്നെയാണ്. അല്ലെങ്കിൽ മരണക്കിടക്കൽ എന്ന പോലെ കിടന്നുകൊണ്ടിരുന്ന താന് ഉയർത്തെഴുന്നേറ്റ അവസ്ഥ എപ്പോഴും. അതൊക്കെ അവൾക്ക് പറഞ്ഞാൽ മനസ്സിലാവോ? അവൾക്കൊക്കെ ഈ ഗതി വരണം, എന്നാൽ അവളതൊക്കെ പഠിക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പിറുപിറുത്തോണ്ട് പറയാണ്. പിന്നീട് കുഞ്ഞുമോളുടെ അടുത്തേക്ക് വൈജയന്തി ചെല്ലുവാണ്. വൈജയന്തി എന്നിട്ട് പറഞ്ഞു, അതെ ഇന്നും കൂടെ മതി നിന്റെ സേവനം ഇവിടെയെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം കുഞ്ഞുമോൾ പറഞ്ഞു, അല്ല നേരത്തെ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ കൊച്ചമ്മ എന്ന് പറയണം. അതെ, നേരത്തെ പറയേണ്ട കാര്യമൊന്നുമില്ല. ഇനി നീ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. ഇപ്പം അമ്മയെ നോക്കാനാണെങ്കിലും വീട്ടുപണികൾ ചെയ്യാനാണെങ്കിലും ആ പെങ്കൊച്ചുണ്ട്, അവള് മതിയെന്ന് പറയണം. അലീന എന്ന് പറയുന്ന ഒരുത്തിയുണ്ടല്ലോ, അവള് മതിയെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം കുഞ്ഞുമോൾ പറഞ്ഞു, അതിനെന്താ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഈ വീട്ടിൽ വന്ന് ആരും അധികം നാളൊന്നും നിൽക്കാനൊന്നും പോകുന്നില്ല. പിന്നെ ആ പെങ്കൊച്ചിനെ എന്നാ പോകുന്നതെന്ന് ആര് കണ്ടെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞാൽ വൈജയന്തി പറഞ്ഞു, അതൊന്നും നീ നോക്കേണ്ട കാര്യമില്ല എന്ന് പറയണം. നിനക്ക് ഇനി എന്തേലും പൈസ അങ്ങോട്ട് തരാനുണ്ടോയെന്ന് ചോദിക്കണം. ഇല്ലയെന്ന് പറയണം. അല്ലേ നീ എല്ലാം മുൻപറ്റാണല്ലോ. അത് പിന്നെ വീട്ടിൽ ഓരോ അവസ്ഥകൾ കൊണ്ടാണ് അച്ഛമ്മ മേടിച്ചോണ്ടിരുന്നേ. പക്ഷേ ഇത് പോയിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും നല്ല വേറെ ജോലി എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇവിടത്തെക്കാളും സുഖമായിട്ട് എനിക്ക് കഴിയാം. അതുകൊണ്ട് എന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാലും എനിക്ക് സന്തോഷം മാത്രമുള്ളെന്ന് പറയണം. ഇവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തൊക്കെ ജോലികൾ ചെയ്താലാ, വേറെ ഒരിടത്ത് പോയാലും ഇത്ര ജോലികളൊന്നും ചെയ്യേണ്ടതായിട്ട് വരില്ല എന്ന് പറയണം. വൈജയന്തി പറഞ്ഞു, അല്ലേലും അതെങ്ങനെയാ, ഇത്രയും കാലം ഇവിടെ വന്നപ്പോൾ നിനക്കൊന്നും പറയാനില്ലായിരുന്നല്ലോ എന്ന് പറയണം. അത് പിന്നെ വേറെ നിവർത്തികേട് കൊണ്ട് നിന്നു പോയതല്ലേ. പോകുന്നതിന് മുമ്പ് 2 വാക്ക് പറഞ്ഞിട്ട് പോകുന്ന തന്നെ കരുതി. അല്ലെങ്കിൽ ഇത്രയും കാലം ആട്ടും തുപ്പും കേട്ട് കിടന്നല്ലേന്ന് ചോദിക്കണം. ഏതൊരു പെണ്ണ് വന്നാലും ഇവിടെ പിടിച്ചു വെക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയണം. അതെ, നീ നിന്റെ കാര്യം നോക്കി പോയാൽ മതി എന്നൊക്കെ പറയണം. പിന്നീട് പറഞ്ഞു, ഇനിയിപ്പം ഇത്രയും ദിവസം നിന്നിട്ട് പോകുന്നല്ലേ, ഇത് വെച്ചോളാനും പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം, 200 രൂപ അങ്ങോട്ടേക്ക് എടുത്തു കൊടുക്കുകയാണ്. ഇതങ്ങളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. പെട്ടെന്ന് അവളെ കുഞ്ഞോൾ എന്ത് ചെയ്യണം,
ആ പൈസ നേരെ വൈജയന്തിയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, അതെ നിങ്ങൾ തന്നെ വെച്ചോ, എനിക്ക് ഈ പൈസയുടെ ആവശ്യമില്ല, നിങ്ങൾക്ക് അതിന്റെ ആവശ്യം വരുന്നതെന്ന് പറയണം. ഇത് കണ്ടോണ്ടാണ് അങ്ങോട്ടേക്ക് ബാലേന്ദ്രൻ വരുന്നത്. ആകെപ്പാടം നാണക്കേടായിപ്പോയി വൈജയന്തിക്ക്. ഇത്ര ഒരു നാണക്കേടോ അപമാനം ഉണ്ടാവാനില്ല. പിന്നീട് കുഞ്ഞുമോളെ എന്ന് ബാലേന്ദ്രൻ്റെ അടുത്ത് പറഞ്ഞു, അതെ ശരി സാറേ, എന്നാൽ ശരി ഞാൻ ഇറങ്ങിയേക്കുക. പിന്നെ ഇപ്പോൾ ഒരു പെങ്കൊച്ചു വന്നിട്ടുണ്ടല്ലോ, അതിനെങ്കിലും പറഞ്ഞു വിടാതെ മര്യാദയ്ക്ക് നിങ്ങളുടെ ഭാര്യയോട് നിൽക്കാൻ പറ എന്ന് പറഞ്ഞിട്ട് 2 വർത്താനം കൂടെ പറഞ്ഞിട്ടാണ് കുഞ്ഞുമോൾ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോന്നെ. ഈ സമയം ബാലേന്ദ്രൻ വൈജയന്തിയോട് ചോദിച്ചു, നാണമില്ലേ വൈജയ നിനക്ക്? 10-200 രൂപ കൈ കൊടുക്കാനായിട്ട്? ഒന്നും അല്ലെങ്കിൽ ഇത്രയും കാലം അവരിവിടെ ജോലി ചെയ്തല്ലേന്ന് ചോദിക്കും. പിന്നെ ജോലി ചെയ്ത് പോലും എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എന്താ ദാനധർമ്മം നടത്താൻ ഇരിക്കുവാണെന്ന് ചോദിക്കാം. അതിനുള്ള കിട്ടിയില്ലേ? ഇത്രയെങ്കിലും നാണമുണ്ട്, നീ ഇങ്ങനെയൊക്കെ പെരുമാറില്ല. നിന്റെ ഈ സ്വഭാവം ആദ്യം ഒന്ന് മാറ്റാൻ നോക്ക്. നിന്റെ വിചാരം പണ്ടത്തെ പോലെയാന്നാ? എല്ലാവരുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന ജോലിക്കാരെന്ന്. അങ്ങനെയൊന്നുമല്ല, കാലം മാറി അറിയാലോ. അവരുടെ മുന്നിൽ വേണം ഇപ്പം നമ്മൾ ഓച്ചാനിച്ച് നിൽക്കേണ്ട അവസ്ഥയാണ്. ഇന്നത്തെ കാലത്ത് ഒരു ജോലിക്കാരനെ കിട്ടാൻ എത്ര ബുദ്ധിമുട്ടാണെന്നറിയോ? ഇപ്പോൾ ഒരു പെങ്കൊച്ചു വന്നിട്ടുണ്ട്, അതിനെയും കൂടെ നീ പറഞ്ഞു വിടായിരുന്ന നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ നീ ഇവിടെ കിടന്ന് നരയിക്കും. ജോലി ചെയ്യാനായിട്ട് ആരെയും കിട്ടത്തില്ല. ഈ വീട്ടിൽ എത്ര പേര് വന്ന് നിന്നിട്ടുണ്ടെന്നുള്ള കാര്യം നിനക്കറിയാലോ. വന്ന 10 ദിവസം തികച്ച് നിൽക്കുമോയെന്ന് ചോദിക്കാം. എന്താണ് വൈജയന്തി പറഞ്ഞു, പിന്നെ ഭരുന്നവന്മാർക്കെല്ലാം കൊമ്പല്ലേ? കൊമ്പ് അവർക്കല്ല, നിനക്കാ. നിന്റെ കയ്യിരിപ്പോണ്ട് അടി വരുന്നവരൊക്കെ പോന്നേ. മര്യാദയാണ് മര്യാദ എന്നൊക്കെ പറയാണ് എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രനും കൂടെ കയറിപ്പോയി. വൈജയന്തിക്ക് അതും ഒരു വലിയ അടി തന്നെയായിരുന്നു. ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല. കിട്ടുന്ന എല്ലാം മേടിച്ചെടുക്കാതെ പറ്റത്തില്ലോ. നാവ് അത്ര നല്ല നാവായതുകൊണ്ടാണ് വൈജയന്തിക്ക് ഇങ്ങനെ കിട്ടുന്നത് തന്നെ. പിന്നീട് അലീന എന്ത് ചെയ്യാണ്, അവിടുത്തെ വീടിനകത്ത് ജോലികളൊക്കെ ചെയ്തിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയ സമയത്ത് ആ സൈഡിൽ പട്ടിക്കൂടും ഉണ്ട്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഒരു നായ ഭയങ്കരമായിട്ടൊന്ന് കുരയ്ക്കുകയാണ്. പെട്ടെന്ന് അലീന അങ്ങോട്ടേക്ക് ചെന്നു. അലീനയ്ക്ക് ഒരു പ്രത്യേക ഒരു കഴിവുണ്ട്. ഏത് നായാണെങ്കിലും കടിക്കാൻ വരുന്നതാണെങ്കിലും ശരി, അലീനയുടെ മുന്നിൽ വന്നുമ്പോഴത്തേനും പമ്മി നിൽക്കും. അതുപോലെ അനുഭവം മുമ്പ് ഉണ്ടായിട്ടുണ്ട്. രേവതിക്കുട്ടിയെ കൊണ്ടുപോയി വിടാൻ ചെന്ന് കഴിഞ്ഞപ്പം ആ വീട്ടിലെ നായ പറന്ന് വന്നിങ്ങോട്ട് കടിക്കാൻ പാത്രം വന്നാ. പക്ഷെ അലീനെ ഒന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അവൻ ഫ്ലാറ്റായിപ്പോയി എന്ന് പറഞ്ഞാല് അലീന ആ കൂടിനടുത്തേക്ക് ചെന്നു. എന്നിട്ട് ചെന്താടാ, നീ എന്നെ ആദ്യമായിട്ട് കാണുന്നല്ലേ, അതാണ് നിന്റെ ഇത്ര കൊരയെന്ന് ചോദിക്കണം. ഒരു നിമിഷം അലീനയുടെ മുഖത്തേക്ക് നോക്കി അവന്. പിന്നെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അതെ പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഞാനും ഇവിടുത്തെ ആള് തന്നെയാ. ഇനി ഞാനിവിടെ കാണൂട്ടോ, നമുക്കിടയ്ക്ക് കാണാട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനിങ്ങനെ കൊഞ്ചിക്കുന്നൊക്കെ ഉണ്ട്. അവൻ ഭയങ്കര സ്നേഹത്തോടെ നിൽക്കുകയാണ്. ആ സമയത്താണ് വൈജയന്തി എന്നോട് വരുന്നത്. വൈജയന്തി നോക്കുമ്പോൾ അലീന നായയായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. കാരണം ആരെ കണ്ടാലും ഭയങ്കരമായിട്ട് കുറച്ച് ബഹളം ഉണ്ടാക്കുന്നവനാ. പക്ഷെ അലീനയുടെ അടുത്ത് പൂച്ചക്കുട്ടിയെ പോലെ ഇങ്ങനെ ഒതുങ്ങി കൂടി നിൽക്കുന്നു. ഒന്നും മനസ്സിലായില്ല. ഇവിടെ ഇനി എന്തായാലും മയക്കുവെടി വെച്ചോ എന്ന് പോലും ഒരു നിമിഷം വൈജയന്തി ചിന്തിച്ചു പോയി. അങ്ങനെ പട്ടിനിയെ കൊഞ്ചിച്ച് അലീന അകത്തേക്ക് കയറി വരുമ്പോഴത്തേനും വൈജയന്തി ചോദിച്ചു, അല്ല നീ ഇത് എന്ത് കാണിച്ചെന്ന് ചോദിക്കുക. എന്ത്? അല്ല സാധാരണഗതിയിൽ അവൻ ആരെ കണ്ടാലും കുറച്ചുകൊണ്ട് ചാടുന്ന. ഇത് കേട്ടിപ്പോൾ അലീന പറഞ്ഞു, ഓ അതാണ് കാര്യം, അതിനകത്തൊന്നും വലിയ കാര്യമില്ലാന്ന് പറയണം. അതെന്താ? അതെ എന്നെക്കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ടാന്ന് പറയാം. നിന്നെക്കുറിച്ച് ഞാൻ എന്തറിയാനാ? അതെ എനിക്ക് നായയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ആരും സമയത്തുണ്ടല്ലോ കുറേ നായകൾക്കൊക്കെ ഞാൻ ആഹാരം കൊടുക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ എനിക്കറിയാമെന്ന് പറയണം. നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്ന പോലെ ഇരിക്കും അവർ നമുക്ക് തരുന്ന സ്നേഹം. മനുഷ്യരെക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന അവരാന്ന് പറയണം. അത് വൈജയന്തിക്കിട്ടുള്ളൊരു കുത്തും കൂടെയാന്ന് വൈജയന്തിക്ക് മനസ്സിലായി. ഓഹോ അങ്ങനെയാണോ? അല്ല പിന്നെ നീ അവറ്റോളുടെ കൂടെ കിടന്ന് വളർന്നാണല്ലോ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറയണല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അലീന പറഞ്ഞു, ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ അവരുടെ സ്നേഹം കാണിക്കുമെന്ന് പറയണം. ഇതേ എൻ്റെ അടുത്ത് ഒരുമാതിരിപ്പെട്ട നായൊക്കെ ഇണങ്ങുമെന്ന് പറയണം. എന്തുകൊണ്ടാ? എനിക്ക് അവരോട് സ്നേഹം ഉണ്ട്. നമ്മൾ അവരോട് സ്നേഹം കാണിച്ചാൽ അവർക്ക് നമ്മളോട് സ്നേഹം ഉണ്ടായിരിക്കുള്ളൂ എന്ന് പറയണം. ഇത് പറഞ്ഞിട്ട് അലീന അങ്ങോട്ടേക്ക് കയറിപ്പോയി. വൈജയന്തി ഇങ്ങനെ അവളെ നോക്കുകയാണ്. ഇവിടെ താൻ ഉദ്ദേശിച്ച പോലെയൊന്നും അല്ല ആള്. ഇച്ചിരി ജഗജില്ലയാന്ന് മനസ്സിലായി. പെട്ടെന്നൊന്നും മെരുക്കാനും പറ്റില്ല. കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വൈജയന്തിയുടെ അടുത്ത് അവളുടെ അടവും അഭ്യാസവും ഒന്നും നടക്കില്ല എന്നൊക്കെ ഇങ്ങനെ വൈജയന്തി മനസ്സിൽ കരുതുവാണ്. പിന്നീട് മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സാധാരണ ചോദിച്ചു, അല്ല മോളിത് എവിടെ പോയതായിരുന്നു ചോദിക്കുക. ഞാൻ താഴെ ഇച്ചിരി പണിയുണ്ടായിരുന്നു മുത്തശ്ശിക്ക് എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുക. ഒന്നും വേണ്ട, മോൾ ഇവിടെ വന്നിരിക്കുക, ഇത്തിരി നേരം സംസാരിക്കുക. മോൾക്കാണെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം അടങ്ങിയിരിക്കാൻ സമയമില്ലല്ലേ. എൻ്റെ അടുത്തിരുന്ന് സംസാരിക്കാൻ പോലും സമയമില്ലാതായി. എന്നെ നോക്കാൻ വേണ്ടി വന്നാ. ഇപ്പോഴാണെങ്കിലോ മോൾക്ക് ഇവിടുത്തെ ജോലികൾ തീർന്നിട്ട് സമയമില്ലെന്ന് പറയണം. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല മുത്തശ്ശി എന്നൊക്കെ പറയണം. അങ്ങനെ ഉറങ്ങാൻ സമയമായപ്പോഴത്തേനും അലീന അവിടെ പാവിരിച്ച് അലീന അവിടെ കിടക്കുവാണ്. ഈ സമയത്ത് മുറിയിലേക്ക് വൈജയന്തി കയറി വന്നപ്പോഴത്തേനും ബാലേന്ദ്രന് ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം വൈജയന്തി പറഞ്ഞു, എന്ത് ചെയ്യാനാന്ന് പറ, വേറെ ഏതൊരു വേലക്കാരി വന്നായിരുന്നു ഇപ്പോൾ ഉള്ള ഓർമ്മത്തിന് അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കാനായിരുന്നു പറയണം. ഇത് കേട്ട ബാലേന്ദ്രൻ ചോദിച്ചു, ആരെ? അല്ല ആ പെണ്ണിനെ. നിനക്ക് എന്താ വൈജയ്, നിനക്ക് എന്തിൻ്റെ കേടാന്ന് ചോദിക്കും. പിന്നെ ആ പെണ്ണിനെ ഇവിടെ നിന്ന് പറഞ്ഞു വിടുമെന്ന് നീ വിചാരിക്കണ്ട. പറഞ്ഞു വിട്ടാൽ പോലും മനു അതിനെ എവിടെയെങ്കിലും കൊണ്ടേ ആക്കുമെന്ന് പറയാം. എന്താ?
അല്ല നിന്റെ അച്ഛൻ തന്നെയാ പറഞ്ഞിരിക്കുന്നത് മരിക്കുന്നതിന് മുമ്പ്. അതുകൊണ്ട് ആ കാര്യത്തിൽ നീ ചിന്തിക്കുക വേണ്ടെന്ന് പറയണം. നിന്റെ അച്ഛനെ ഒന്ന് കാണാതെ ഒന്നും ചെയ്യില്ലെന്ന് നിനക്കറിയാലോ. അതുകൊണ്ട് അടങ്ങിയിരിക്കുന്ന ആ ബുദ്ധി എന്ന് പറയണം. ഇത്ര ദൂരെന്ന് പോയി അവളെ കൊണ്ടുവന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവളെ പറഞ്ഞു വിടാൻ വേണ്ടി കൊണ്ടുവന്നല്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലാതെ വൈജയന്തി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആണെന്ന്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഇനിയിപ്പോൾ നാളെ ഞാൻ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വരാം. ഇനി നമ്മൾ കാണാൻ പോകുന്ന നെക്സ്റ്റ് വീക്ക് പ്രൊമോ കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.